ഇതെന്ത് ഏതായി കുട്ടി? മാറിക്കോ, ആരാങ്ങോട്ട്? മമ്മി വാ മമ്മി. ഡാഡി, എന്റെ മമ്മി മമ്മിയോട് ഇനി വഴക്കില്ലെന്ന് പറ ഡാഡി. മമ്മി വാ മമ്മി. മമ്മി വാ മമ്മി. ഡാഡി ഡാഡി മമ്മിയെ വിളിക്ക് ഡാഡി. ഭർത്താവാണല്ലേ? അത് ഞാൻ അച്ചോ, ദീപം ഭർത്താവാ. ദീപളുടെ കുട്ടി അത് മിനിമോള്. ഞങ്ങൾ ആരും നിനക്ക് മനസ്സിലാവില്ല. കർത്താവേ, ഇത് നിന്റെ ഭർത്താവാ. അച്ചോ, എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാന്നല്ല, ഇവൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അച്ചോ, ഇവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നു തോന്നണേ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെ, അത് ഞങ്ങൾക്ക് അറിയാവുന്നോണ്ടല്ലോ ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞത്. കണ്ട, ഇത് കണ്ട, ഇന്ദുട്ടിന്റെ മോളാ. അതേ വായ, അതേ മൂക്ക്, അതേ കണ്ണ്. ഇന്ദുട്ടിന് ഒരു ചെറിയ അച്ചിലിട്ട് വാർത്തെടുത്ത പോലെ ഉണ്ട്. നിങ്ങളെ അവൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കരുത്. കൊക്കയിൽ തേനെടുക്കാനിറങ്ങിയ മുതുവന്മാരാണ് ആക്സിഡന്റിൽപ്പെട്ട കുട്ടിയെ കണ്ടെടുത്തത്. വള്ളിപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നത്രേ. ഇവിടെ കൊണ്ടുവരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല. എന്തായാലും മറ്റ് അംഗഭംഗങ്ങളൊന്നും കൂടാതെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് സർവേശ്വരനോട് നന്ദി പറയുക. പക്ഷേ ആക്സിഡന്റിന്റെ ഷോക്കിൽ ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ അസുഖത്തിന് ജിംനേഷ്യ എന്നല്ല ഫാദർ പറയാൻ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്. ജിംനേഷ്യ അല്ല, അംനീഷ്യ. ഇറ്റ് മീൻസ് ലോസ് ഓഫ് മെമ്മറി. ഇനി ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ലേ ഫാദർ? സാധാരണ കേസുകളിൽ അങ്ങനെ സാധ്യതയില്ല. പിന്നെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളുമായി സാദൃശ്യമുള്ള സന്ദർഭങ്ങളോ കാഴ്ചകളോ ചിലപ്പോൾ വീണ്ടും അവളെ ഓർമ്മയിലേക്ക് തിരിച്ചുവിട്ടേക്കാം. എനിഹൗ, യു ആർ വെരി ലക്കി. ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകുമോ ഫാദർ? ഷുവർ. ആ, പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. ബെഞ്ചമിൻ സി കുരുവിള. അതെ. എന്താ ഇതൊന്നും കണ്ടിട്ടില്ലാത്തോടെ നോക്കണേ. എന്റെ ലവ് ബേർഡ്സാ. മാനം കളയാനായിട്ട് മുമ്പിൽ തന്നെ കെട്ടിപ്പിടിച്ച ഇട്ട് കളയാൻ. ഈ വീട്ടിൽ ഇത്രയും ചെട്ടിയോ? ഇതൊക്കെ ഫ്രെഡിയുടെ റെയർ കളക്ഷൻസാ. സോറി ഇന്ദു, നീ പോയതിനു ശേഷം വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാം. കളഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ അടുക്കി പെറുക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണെന്ന് നിനക്കറിയാലോ. നിനക്ക് അങ്ങനെ ശരിയാവും. മമ്മി, ഇത് കണ്ടോ ഡാഡിയുടെ മമ്മിയുടെയും ഫോട്ടോ. ഇനി മിനിമോളെ വിട്ട് മമ്മി പോവോ? പറ മമ്മി, പോവില്ലെന്ന് പറ മമ്മി. ആ ഫോട്ടോ അവള് കണ്ടത് നന്നായില്ലേ? നമ്മൾ പറഞ്ഞൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്നാ തോന്നണേ. ഇല്ലടാ, തോന്നണതല്ല, അവൾക്ക് വിശ്വാസമായി. എനിക്ക് ഉറപ്പാ.
ഈ സംഭവം യൂഗോ യൂഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല. യുഗോ യുഗോ അല്ല യുഗേ യുഗേ. അത് നിന്റെ ഈഗോ. അത് എന്നെ ഞാനും പറഞ്ഞ് നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഈ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും. നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം. ആ നീ ഒന്ന് ചുമ്മാതിരി. അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ചിപ്പോ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. അവര് പകല് വരച്ചേ, അപ്പൊ പിന്നെ തപ്പി പിടിക്കണ്ടല്ലോ. എടാ ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ് നമ്മൾ രണ്ടല്ലേ കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ആര് തപ്പി പിടിച്ചു വരാൻ? എളുപ്പം തുടക്കി വെക്കണേ. മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ? ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ? ചിലപ്പോ മത്തായച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റുകയാണെങ്കിലോ. എന്തിനാ വിളിക്കണേ? അമ്മേ ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയ്യൻ. ഈ ചേരൊക്കെ എടുത്ത് അടക്കി നോക്കി. കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് അകത്തേക്ക് നോക്കി. ഫോട്ടോ എടുത്ത് പള്ളിയിലേക്ക്. ഈ പൂച്ചട്ടിയൊക്കെ ലൈൻ ലൈനായിട്ട് വെച്ച്. ആ പൂച്ചട്ടി ഈ ഫാൻ ഇവിടെ വെച്ചാ ഇത് തട്ടി പോലും നീ എന്താ നോക്കിക്കണേ? ആ കട്ടിലെടുത്ത് എവിടെ കൊണ്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേടാ മോനെ കാഴ്ച കുറവുണ്ടെന്ന്, അല്ല കേൾവി കുറവുണ്ടെന്ന്. മത്താച്ചൻ എന്താ ഇങ്ങോട്ട് താമസം പറ്റിയേ? നിങ്ങൾ വിചാരിച്ചത് എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരനെ കൂടി തരാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ, നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് വാടക തരാൻ പറ്റുമോ? അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും. താക്കോല് കയ്യിലുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ? കീ ഹോളിട്ട് തിരിച്ചാ പോരെ, സ്വന്തം വീടല്ലേ. എടാ ആ ജോത്സ്യം പറഞ്ഞ എത്ര സത്യ. ഒരു യുവ കോമളം തന്നെ എനിക്ക് കിട്ടും. ഫാമിലിയാ? എടാ നല്ല ഒന്നാമത്തെ ഓർത്തഡോക്സ് ഫാമിലി. അയാൾ എവിടെയുള്ള പാർട്ടിയാ? ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. But your sweet lips, all that are for so to the past, that pretends that we together all alone. I'll know the man to tell that you could I know, and you can tell your friend there with you. You have to go. റെഡി? എനിക്ക് ഇത്തിരി വെള്ളം. നന്ദിനി ഇവിടെ വക്കീല്? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ലേ? പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഭർത്താവും കുട്ടിയോ? ഇനി കാനഡയിൽ വെച്ചുള്ള വല്ല ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും വേണ്ടാത്തത്? ഏയ് നന്ദിനി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കൂ. ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. ഏതവനാ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവ. അയാളെന്ന് നന്ദിനിയെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്ന ആകാംക്ഷി. അതെ അതെ, ആ അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതെന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റിക്കിറക്കണ്ട. നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, നിങ്ങൾ തപ്പി പിടിച്ചോളാം. പൊക്കോളൂ പൊക്കോളൂ. പിന്നെ രാജേന്ദ്ര, ബഹളത്തിനും ഒച്ചപ്പാടിനും നിൽക്കരുത്. വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. ഇയാള് തന്നെ ബെഞ്ചമിൻ സാറോ? അതെ. വക്കീൽ എന്താ ഇവിടെ? കാര്യം ബെഞ്ചമിൻ അറിയാലോ. എന്ത് കാര്യം? കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. കൂൾ ഡൗൺ കൂൾ ഡൗൺ. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനൊരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളർന്നു നിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല.
പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസണോ? ഓ, ഇതിലും ഉണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ? പിന്നെ അല്ലാതെ 10 കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ? നീ ഇന്ന് വട്ടം ചോട്ടാതെ പെങ്കൊച്ചിനെ കൂടെ ഇറക്കി വിടറോ. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിനും സംസാരിക്കാം. എന്താടാ? ഈ കുട്ടിയെ എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. നന്ദിനിയെ കണ്ടുപിടിച്ച് വരുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 5 ലക്ഷം രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫർ കാണിച്ച് നമുക്ക് പത്രത്തിലും ടിവിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലെ, ഓ. 5 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ. ഇത് എനിക്ക് വിട്ടുതന്നേരെ. മിസ് നന്ദിനി മേനോൻ ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഈ ബന്ധുക്കൾ ഇന്ദുന്റെ ഇരിക്കുള്ളൂ. അമ്മയ്ക്ക് ഞാൻ വെറുതെയല്ല. അയ്യോ, ഇന്ദു! കർത്താവേ, കർത്താവല്ല ഇന്ദു, വാടാ. അയ്യോ, ആളവിടെ. പുറത്തുനിന്ന് വെയിൽ കൊണ്ട് കറുത്തതേ ഇവരെ പോലെയാവും. നീ ഇവിടെ വെച്ച് വെളുക്കൂടാ, നോക്കിക്കോ. ഇതാ, ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മണ്ണിട്ട് മൂടിതേ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടാ. വക്കീലെ, എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്? ശരി, പോയി. ഓക്കെ, 5 ലക്ഷം രൂപ പോക്കറ്റിലായി. അയാള് നമ്മളെ കണ്ടെന്നാ തോന്നണേ. അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലിസം പറഞ്ഞ അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടി ചാട് ചാട് മേലോട്ടേക്ക് ചാട് മേലോട്ടേക്ക് ചാട് 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 ചാട്. എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു. സിറ്റിംഗ് എടുത്തു. സിറ്റിംഗോ? മതി മതി മതി, നിർത്ത്. നിർത്തി. ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ, ബന്ധുക്കളാണ്, പക്ഷെ എന്റേതല്ല. ഇവളുടെ. ഇത് ആ പെണ്ണല്ലേ? മറ്റേ പെണ്ണ്, ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്. ആ, അവള് തന്നെ. സാറേ, കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമം ഇല്ലല്ലോ. വളരുന്നേ ഉള്ളൂ. ആ, സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടെ നിർത്തി. പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ തെണ്ട് പിന്നെ ആയുഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. നാട്ടുകെട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടിങ്ങനെ. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചന. അയാളെ ഇന്ന്